ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, ഇത് ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്റർ, അതിൻ്റെ ഫോക്കസ് ഏരിയ. ഓക്കെ, ഹൈഡ്രോ കാർബൺസ് നമുക്ക് ലാസ്റ്റ് എടുക്കാനുണ്ടാണ്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10th CBSE സ്റ്റേറ്റിലും പഠിച്ചാണ്. കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ. Then it is classified into two types, open chain compounds and closed chain compounds. Then open chain compounds വീണ്ടും നമ്മൾ classified into two types, എന്തെല്ലാം സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. നിങ്ങൾക്കെന്നെ അറിയാം, സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ കണ്ടെയ്നിങ് കാർബൺ സിംഗിൾ ബോണ്ട്. Then unsaturated means hydrocarbons which containing carbon double bond or triple bond. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ പറയുക സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ വിച്ച് കണ്ടെയ്നിങ് കാർബൺ സിംഗിൾ ബോണ്ട്, ദിസ് ഈസ് കോൾഡ് ആൽക്കെയിൻസ്. ദെൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ വിച്ച് കണ്ടെയ്നിങ് കാർബൺ ഡബിൾ ബോണ്ട് ഈസ് കോൾഡ് ആൽക്കീൻസ്. ദെൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ വിച്ച് കണ്ടെയ്നിങ് കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഈസ് കോൾഡ് ആൽക്കൈൻസ്. ഓക്കെ, ആൽക്കൈൻസ്. എങ്കിൽ എങ്ങനെയാണെങ്കിൽ ക്ലോസ് ചെയിൻ നമ്മൾ ക്ലാസിഫൈഡ് ഇൻറ്റു അലിസൈക്ലിക് ആൻഡ് ആരോമാറ്റിക്. ഇതിൽ ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. അതിന് എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത് ബെൻസീനെ പഠിക്കാനുള്ളത്. പാരോമാറ്റിക് ഹൈഡ്രോകാർബൺ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അറീൻസ് എന്ന് പറയും. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അറീൻസ്. അപ്പോൾ നമ്മൾക്കിവിടെ പഠിക്കാനുള്ളത്, ഇപ്പം ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ആൽക്കൈൻ, ആൽക്കൈൻ ആൻഡ് അറീൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആൽക്കൈൻ ആൻഡ് അറീൻസ് ആണ്. ഓക്കെ, അപ്പം ഈ സെക്ഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഓരോരോ പാർട്ടായിട്ട് പറയാം. ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ആൽക്കീൻ. ഇന്ന് 3 പാർട്ടാണ് പറയുന്നത്: ആൽക്കൈൻ ആൻഡ് ബെൻസീൻ. ബെൻസീൻ എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ഹൈഡ്രോകാർബൺസ്? കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ആർ കോൾഡ് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, ഇതാണ് ഈ സെക്ഷൻ. ക്ലിയർ? ഫസ്റ്റ് ആൽക്കീൻസ്. ശരിക്കും ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ ആൽക്കീൻസ് ആർ ദി unsaturated open chain hydrocarbon containing carbon double bond, and its general formula is CnH2n. Okay, and it is also known as olefins എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത് ഇതിൻ്റെ പ്രിപ്പറേഷൻ സെക്ഷനിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. ആ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഞാനിവിടെ പറയുന്നൊരു പോയിൻറ്റ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഈഥൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞ സംഭവം. ആൽക്കൈൽ ഹാലൈഡ്, നമ്മളതിനെ ആൽക്കൈൽ ഹാലൈഡിനെ RX കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും CH3CH2X. കറക്റ്റ് ക്ലിയർ ആണ്. CH3CH2X. ആ എക്സ് എന്നുള്ളത് ഹാലോജനാണ്. ഹാലോജൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം അതൊരു ഒന്നുകിൽ ക്ലോറിൻ ബ്രോമിൻ, അതൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ആ ഫങ്ഷണൽ ഗ്രൂപ്പിന് അതിനോട് അറ്റാച്ച് ചെയ്യുന്ന കാർബണിന് നമ്മൾ പറയുന്ന പേര് ആൽഫ കാർബൺ എന്ന് പറയും. ഫങ്ഷണൽ ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്യുന്ന കാർബണിന് എന്ത് പറയുന്നത്? ആൽഫ കാർബൺ. ആ ആൽഫ കാർബൺ തൊട്ടടുത്തുള്ള അറ്റാച്ച് ചെയ്യുന്ന കാർബണിന് നമ്മൾ ബീറ്റാ കാർബൺ എന്ന് പറയും. അപ്പോൾ ഈ ആൽക്കൈൽ ഹാലൈഡ് ഇത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനോട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്ന പ്രോസസ്സ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ മീൻസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ എളുപ്പവഴി, അതായത് ഞാൻ പറഞ്ഞു ഫങ്ഷണൽ ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്യുന്ന കാർബണിന് ആൽഫ കാർബൺ എന്ന് പറഞ്ഞാൽ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത കാർബൺ ബീറ്റ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആൽഫ പൊസിഷന് ആ ഹാലോജനും ബീറ്റ പൊസിഷന് ആ ഒരു എച്ചും പോവും. അപ്പോൾ അവിടെ നിന്ന് എന്താ പോയെ? HX പോയി. നിങ്ങൾ നോക്ക്, എക്സാമ്പിൾ നോക്കിയാൽ മതി. തൊട്ട് താഴത്തെ CH3CH2Br അത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനോട് കമ്പൈൻ ചെയ്യുമ്പോൾ ആൽഫ പൊസിഷന് BR പോയി. നോക്ക്, ദെൻ ബീറ്റ പൊസിഷൻ H പോയി. ചുരുക്കം പറഞ്ഞാൽ HBr പോയി. ആ റെഡിൽ റൗണ്ട് ചെയ്ത സാധനം നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ HBr പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു എച്ചും ഒരു BRും സിംഗിൾ ബോണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടായിട്ട് മാറൂലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? CH2 ഡബിൾ ബോണ്ട് CH2. ഇതാണ് പ്രിപ്പറേഷൻ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ആൽക്കൈൽ ഹാലൈഡ് ഓൺ ഹീറ്റിംഗ് വിത്ത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എലിമിനേറ്റ് ചെയ്യും 1 molecular ഹൈഡ്രജൻ ഹാലൈഡ് ഫ്രം ടു ഫോം ഒരു മോളിക്യൂൾ ഹൈഡ്രജൻ ഹാലൈഡ് എലിമിനേറ്റ് ചെയ്തു. ഏതിൽ നിന്ന്? ഫ്രം നമ്മളുടെ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന്. എന്താ ഫോം ചെയ്ത്? ടു ഫോം ആൽക്കീൻസ്. അതുകൊണ്ട് ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ. ഇനി ഇവിടെ നമ്മളുടെ ഹൈഡ്രജൻ ആറ്റം
എലിമിനേറ്റ് ചെയ്യുന്നത് ബീറ്റ കാർബൺ ആയതുകൊണ്ട് ഈ പ്രോസസ്സിന് നമുക്ക് വീണ്ടും വേറൊരു പേരും കൂടെ പറയാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് ബീറ്റ എലിമിനേഷൻ. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് ഞങ്ങൾ ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസാണ് പഠിക്കാനുള്ളത്. ശരിക്കും ശ്രദ്ധിക്കണം. ആൽക്കീനിലേക്ക് ഞാൻ ഹൈഡ്രജൻ ഹാലൈഡാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എനിക്ക് എന്ത് ചെയ്യും? ഒരു ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഒരു ആൽക്കീൻ CH2 ഡബിൾ ബോണ്ട് CH2 അതിലേക്ക് HX ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? CH3 CH2X. എക്സാമ്പിൾ നോക്കിയോ, ഈഥീനിലേക്ക് HBr ആഡ് ചെയ്തപ്പോൾ CH3 CH2Br. അപ്പോൾ എന്തായിട്ട് മാറി? HBr ആയിട്ട് മാറി. ഇത് ശരിക്കും അഡീഷനാണ്. അഡീഷൻ എന്ന് പറഞ്ഞാൽ CH3 CH2Br ആയിട്ട് മാറി. അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടായിട്ട് മാറും. ശരിക്കും അതാണ് അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കണം. ഞാൻ തൊട്ട് മുമ്പിൽ ആദ്യം എഴുതിയിരിക്കുന്ന CH2 ഡബിൾ ബോണ്ട് CH2 എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകത കാർബണിൻ്റെ രണ്ട് സൈഡിലും ഈക്വൽ നമ്പർ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതുകൊണ്ടത് സിമ്മെട്രിക്കലാണ്, രണ്ട് സൈഡ് ഒരേപോലെ. പക്ഷേ തൊട്ട് താഴെയുള്ള പ്രൊപ്പീൻ എടുത്ത് നോക്കിയാൽ CH3 CH ഡബിൾ ബോണ്ട് CH2 അത് സിമ്മെട്രിക്കൽ അല്ല. കാരണം ഡബിൾ ബോണ്ടിൻ്റെ കാർബണിൻ്റെ രണ്ട് സൈഡ് എടുത്താൽ ഒരേപോലത്തെ ആറ്റോ ഗ്രൂപ്പൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. അത് HBrനോട് കമ്പൈൻ ചെയ്തപ്പോൾ ഈ HBr സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക കിട്ടുക? H+ Br- കിട്ടും. ഇപ്പം ഞാൻ ഒന്നായിട്ട് റൗണ്ട് ചെയ്ത സാധനം നോക്കിയാൽ CH3 CH ഡബിൾ ബോണ്ട് CH2 + HBr. ഇങ്ങനെ എൻ്റെ ക്വസ്റ്റ്യൻ. അതിലുള്ള Br- അയോൺ HBr സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ H+ Br- കിട്ടും. അപ്പം Br- അയോൺ ആർ ആഡഡ് ടു ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം കണ്ടെയ്നിങ് ലെസ് നമ്പർ ഹൈഡ്രജൻ ആറ്റം. എവിടെയാണോ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം ഉള്ളത് അതിൽ ഹൈഡ്രജൻ ആറ്റം കുറവുള്ളത് ഏതാണോ അവിടെയാണ് Br ആഡ് ചെയ്യുക. അപ്പോൾ പിന്നെ H പറയേണ്ട ആവശ്യമില്ല, നേരെ ഓപ്പോസിറ്റ്. ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഹൈഡ്രജൻ എവിടെയാണോ കൂടുതലുള്ളത് അവിടെ H ആഡ് ചെയ്യും. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് നോക്കിയാൽ CH3 CHBr CH3 മീൻസ് 2 ബ്രോമോ പ്രൊപ്പൈൻ. എങ്കിൽ നേരെ മറിച്ച് രണ്ട് നേരെ റൗണ്ട് ചെയ്താണ്ടില്ലേ, അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് പെറോക്സൈഡിൻ്റെ പ്രസൻസ് ആകുമ്പോൾ തൊട്ട് മുകളിൽ ഒന്നാമത്തെ എന്താണോ നടന്നത് അതിന് ഓപ്പോസിറ്റാണ് നടക്കുക. മീൻസ് Br- അയോൺ ആർ ആഡഡ് ടു ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം കണ്ടെയ്നിങ് മോർ നമ്പർ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ രണ്ട് കേസ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. നോക്കിക്കോ, വെൻ എൻ അൺസിമെട്രിക്കൽ റിയേജൻറ്റ് ആർ ആഡഡ് ടു എൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ. ഒരു റിയേജൻറ്റ് നമ്മൾ അൺസിമെട്രിക്കൽ ആൽക്കീനിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് പാർട്ട് ഓഫ് ദി ആഡൻഡം എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുന്ന മോളിക്യൂൾ ആർ ആഡഡ് ടു ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം കണ്ടെയ്നിങ് ലെസ് നമ്പർ ഹൈഡ്രജൻ ആറ്റം. ഇതിനെ നമ്മൾ പറയുന്നതാണ് മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയും. നേരെ മറിച്ച് അതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ രണ്ടാമത്തത് നമ്മളതിനെ പറയും ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ എന്ന് പറയും. അപ്പോൾ ഒന്നാമത്തത് മാർക്കോണിക്കോസ് റൂൾ പ്രകാരമുള്ള അഡീഷൻ, രണ്ടാമത് ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ. ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പെറോക്സൈഡ് എഫക്റ്റ് ഓർ കറാഷ് എഫക്റ്റ്. ഇത്രയാണ് നമ്മൾക്ക് ആൽക്കീൻ എന്ന സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് പറയുന്നത് ആൽക്കൈൻ. അപ്പോൾ നമുക്ക് പറയാം ആൽക്കൈൻസ് ആർ ദി അൺസാച്ചുറേറ്റഡ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ കണ്ടെയ്നിങ് കാർബൺ ട്രിപ്പിൾ ബോണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് നമ്മൾ അസറ്റലീൻസ് എന്ന് പറയും. ഞാനത് എഴുതി വെച്ചിട്ട് അവിടെ അസറ്റലീൻസ് എന്ന് പറയും. പിന്നെ അതിൻ്റെ ജനറൽ ഫോമുല നമ്മൾക്കറിയാം CnH2n-2. അതിൻ്റെ നെയിമിംഗ് പ്രകാരമാണെങ്കിൽ വേർഡ് റൂട്ട് + YNE. ഓക്കെ, അത് പ്രിപ്പയർ ചെയ്യുന്ന ഫസ്റ്റ് പ്രിപ്പറേഷൻ മെത്തേഡ് ലാർജ് സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രം കാൽസ്യം കാർബൈഡാണ് CaC2. ഇപ്പോൾ CaC2 എന്ന് പറഞ്ഞാൽ പിന്നെ കാൽസ്യം കാർബൈഡ് ഡിസോൾസ് കാൽസ്യം കാർബൈഡ് അങ്ങനെ പറയുന്നത് ഹീറ്റിംഗ് വിത്ത് ആരോട് കാൽസ്യം കാർബൈഡ് ഇസ് ഡിസോൾവ്സ് ഇൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? CaC2 + H2O കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? CH ട്രിപ്പിൾ ബോണ്ട് CH. അതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ കാൽസ്യം കാർബൈഡ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാം. കാൽസ്യം കാർബണേറ്റ് മീൻസ് ലൈം സ്റ്റോണിനെ ഹീറ്റ് ചെയ്യുമ്പോൾ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഓക്കെ, അതിനുശേഷം ആ കാൽസ്യം ഓക്സൈഡ് ആരോട് അടുത്ത കേസിൽ കാർബണിനോട് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് അവിടെ കാൽസ്യം കാർബൈഡ് കിട്ടുന്നത്. ഓക്കെ, ഇനി അതൊരു മെത്തേഡ്. ഇപ്പോൾ കാൽസ്യം കാർബൈഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ ടു ഗെറ്റ് ഈത്തൈൻ, അതന്നെ പറയുന്നത്. രണ്ടാമത് പറയുന്നത് വിസിനാൽ ഡൈഹാലൈഡ്സ് എന്ന് പറയും. വിസിനാൽ ഡൈഹാലൈഡ്സ് പറഞ്ഞാൽ നിങ്ങൾ അവിടെ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. CH2Br സിംഗിൾ ബോണ്ട് CH2Br. അത് അപ്പോൾ വിസിനാൽ ഡൈഹാലൈഡ്സ് എന്ന് പറഞ്ഞാൽ ഡൈഹാലോ ആൽക്കേനാണിത് ശരിക്കും. CH2Br സിംഗിൾ ബോണ്ട് CH2Br. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും? CH2Br സിംഗിൾ ബോണ്ട് CH2Br എടുക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? പറഞ്ഞു.
അവിടെ കിട്ടുന്നത് ഒരു എച്ച് ബി ആറും എച്ച് ബി ആർ, അതായത് ചുരുക്കം പറഞ്ഞാൽ 2 ഹാലജനും പോയി, അവിടുന്ന് 2 എച്ചും പോകും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഈത്തൈൻ. ഇതാണ് ശരിക്കും വിസിനാൽ ഡൈഹാലൈഡ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ വിസിനാൽ ഡൈഹാലൈഡ്സിന് അവിടെ എന്ത് നടക്കണമെന്നറിയാം? ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് പറയുന്നത്. ആ ചുരുക്കം പറഞ്ഞാൽ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ബി ആർ. അപ്പോൾ ആദ്യം എച്ച് ബി ആർ പോയി, രണ്ടാമതും എച്ച് ബി ആർ പോകും. ക്ലിയർ? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 2 എച്ച് ബി ആർ റിമൂവ് ചെയ്താൽ 2 എച്ച് ബി ആർ അവിടെ നിന്ന് റിമൂവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? CH ട്രിപ്പിൾ ബോണ്ട് CH കിട്ടും. ഇതാണ് നമ്മളുടെ പ്രിപ്പറേഷൻ മെത്തേഡ് വരുന്നത്. ക്ലിയർ? അപ്പോൾ 2 പ്രിപ്പറേഷൻ മെത്തേഡ്. ഒന്നാമത്തത് ഫ്രം കാൽസ്യം കാർബൈഡ്, രണ്ടാമത്തത് പറയുന്നത് ഫ്രം വിസിനാൽ ഡൈഹാലൈഡ്സ്. ഓക്കെ, വിസിനാൽ ഡൈഹാലൈഡ്സ്. അപ്പോൾ ഇത്ര പ്രിപ്പറേഷൻ മെത്തേഡ് പഠിക്കാനുണ്ട്. വിസിനാൽ ഡൈഹാലൈഡ്സ് ശരിക്കും ഓർത്ത് നോക്കുക. വിസിനാൽ ഡൈഹാലൈഡ്സ് അണ്ടർഗോസ് ഡൈഹാലൈഡ്സ് അണ്ടർഗോസ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ, ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് HBr ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ റിയാക്ഷനും ഒന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇത് അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്, 2 പ്രിപ്പറേഷൻ മെത്തേഡ്. ഓക്കെ, അടുത്തതിലെ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് വൺ അഡീഷൻ ഓഫ് വാട്ടറിൻ്റെ അഡീഷൻ. അപ്പോൾ നോക്ക്, വെൻ എൻ ആൽക്കൈൻ ഈത്തൈൻ ആൽക്കൈന് ആഡ് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് എന്നറിയാം ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് പിന്നെ മെർക്കുറിക് സൾഫേറ്റ്. ടെമ്പറേച്ചർ ഈസ് അബൌട്ട് 333 കെൽവിൻ. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്നിക്കിൽ ആൾഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ്. ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് ആൾഡിഹൈഡ്സ് ആണ്. ഓക്കെ, ആൾഡിഹൈഡ്സ് ആണ് ഇപ്പോൾ ഇവിടെ ഫോം ചെയ്തത്, എത്തനാൾ. അപ്പോൾ എത്തനാൾ ഫോം ചെയ്തതെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നറിയാം, CH ട്രിപ്പിൾ ബോണ്ട് CH ആ H2 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? H പ്ലസും OH മൈനസും കിട്ടും. എന്താ കിട്ടും? H പ്ലസും OH മൈനസും കിട്ടും. H പ്ലസ് OH മൈനസും. ഇത് എന്താക്കണമെന്ന് വെച്ചാൽ ആ OH മൈനസ് നമ്മളെ ഇതിലേക്ക് കാർബണിൻ്റെ അടുത്തേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ CH2 ഡബിൾ ബോണ്ട് CH OH കിട്ടി. അതിനുശേഷം ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട്, ഏത് ബോണ്ട് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പൈ ബോണ്ടാണ്, അത് ഷിഫ്റ്റ് ചെയ്ത് മറ്റേത് H ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ഐസോമറൈസേഷൻ എന്നൊരു പ്രോസസ്സ് നടന്നപ്പോൾ നമുക്ക് അവിടെ കിട്ടിയത് എത്തനാൾ. സോ ഈത്തൈൻ അണ്ടർഗോസ് ഹൈഡ്രോളിസിസ് ഇൻ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് മെർക്കുറിക് സൾഫേറ്റ് HgSO4. ടെമ്പറേച്ചർ ഈസ് അബൌട്ട് 333 കെൽവിൻ ടു ഫോം കറസ്പോണ്ടിങ് ആൾഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. അപ്പോൾ ഇവിടെ ആൾഡിഹൈഡ് ഫോം ചെയ്ത് ഈ ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനെ കോമൺലി നോൺ ആസ് കാർബണൈൽ കോമ്പൗണ്ട്സ് പറയും. ഓക്കെ, ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് സൈക്ലിക് പോളിമറൈസേഷൻ ആണ്. നിങ്ങൾ അവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും സൈക്ലിക് പോളിമറൈസേഷനിലെ. അതായത് ഈത്തീൻ ഓൺ പാസിംഗ് ത്രൂ റെഡ് ഹോട്ട് അയൺ ട്യൂബ് അറ്റ് അബൌട്ട് 873 കെൽവിൻ ദാറ്റ് ഇറ്റ് അണ്ടർഗോസ് സൈക്ലിക് പോളിമറൈസേഷൻ ടു ഗെറ്റ് ബെൻസീൻ. അപ്പം ഞാനവിടെ വരച്ചിരിക്കുന്ന ബെൻസീൻ്റെ സ്ട്രക്ചറാണ് നിങ്ങൾക്കറിയാം. അത് അതിനുശേഷം ആ ഹെക്സഗൺ പോലെ വരച്ചിട്ട് ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് കൊടുത്തതും ബെൻസീനാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, 3 ഈത്തൈൻ മോളിക്യൂൾസ് ആണ്. ഇങ്ങനെ പറയാം, വെൻ ഈത്തൈൻ ഗ്യാസ് ഇസ് പാസ്ഡ് ഓൺ പാസിംഗ് ത്രൂ ഇതിലൂടെ റെഡ് ഹോട്ട് അയൺ ട്യൂബ് അറ്റ് അബൌട്ട് 873 കെൽവിൻ ഇറ്റ് അണ്ടർഗോസ് സൈക്ലിക് പോളിമറൈസേഷൻ. ദെൻ ഹൗ മെനി നമ്പർ ഓഫ് ഈത്തൈൻ മോളിക്യൂൾസ് ആർ പാസ്ഡ് ത്രൂ റെഡ് ഹോട്ട് അയൺ ട്യൂബ്? 3 മോളിക്യൂൾസ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത പഠിക്കേണ്ട ബെൻസീനാണ്. അപ്പോൾ ബെൻസീൻ്റെ പ്രിപ്പറേഷൻ പറയുമ്പോൾ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് എടുക്കാം. എന്ത്? 3 ethyl molecules are passed through red hot iron tube at about 873 Kelvin. It undergoes cyclic polymerization to get benzene എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ബെൻസീൻ്റെ പ്രിപ്പറേഷനുമാണ്, ഈത്തൈൻ എന്നുള്ളതിൻ്റെ പ്രോപ്പർട്ടീസുമാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് അധികം ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ, കൺവേർഷൻ പോലെ ഇട്ടിട്ട്. ഓക്കെ, 3CH2 ഞാനത് അടുത്ത ബെൻസീൻ എടുക്കുമ്പോൾ പറയാം. ഇപ്പോൾ ഇതിലിപ്പം കാണിച്ചാൽ 3CH ട്രിപ്പിൾ ബോണ്ട് CH അല്ലേ, ഇതിൽ പോളിമറൈസേഷൻ നടക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസീൻ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആറീൻസ്. അപ്പം ശരിക്കും നമ്മൾ പറയുന്ന മോസ്റ്റ് ഓഫ് ദി ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ഹാവ് പ്ലസൻറ്റ് സ്മെൽ. ദറ്റ് ഈസ് ആരോമ മീൻസ് പ്ലസൻറ്റ് സ്മെല്ലിംഗ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം കണ്ടെയ്ൻസ് ഒന്നുകിൽ ബെൻസീൻ റിങ്. ആരോമാറ്റിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ബെൻസീൻ റിങ് ആർ കോൾഡ് benzenoid compounds, and those which does not containing benzene ring are called non benzenoid compounds. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന ബെൻസീനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ബെൻസീൻ മീൻസ് C6H6. ഓക്കെ, അത് പ്രിപ്പയർ ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് നമ്മൾ കണ്ടു. എങ്ങനെ? വെൻ ഈഥേൻ ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ
red hot iron tube, 3 molecules of ethane undergoes cyclic polymerization at about 873 Kelvin to get benzene. Clear? ഓക്കെ, അത് നമ്മൾ തൊട്ട് മുമ്പിലേ കണ്ടതാണ്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു സെക്കൻഡ് പ്രിപ്പറേഷൻ മെത്തേഡ് പറയുന്നത് സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, ബെൻസീൻ റിങ് എഴുതി അതിന് മുകളിൽ COON എന്ന് എഴുതിയാൽ അതിൻ്റെ പേര് സോഡിയം ബെൻസോയേറ്റ്. സോഡിയം ബെൻസോയേറ്റ് അത് ആരോട് റിയാക്ട് ചെയ്തു? NaOH പ്രസൻസ് CaO. അപ്പോൾ NaOHും CaO അതിൻ്റെ മിക്സർ നമ്മൾ മുമ്പേ S ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ട്. കാസ്റ്റിക് സോഡ ആൻഡ് ക്യുക്ക് ലൈം, NaOH ആൻഡ് CaO, ദിസ് മിക്സർ ഈസ് കോൾഡ് സോഡ ലൈം. അപ്പോൾ സോഡ ലൈമിൻ്റെ പ്രസൻസിൽ അവിടെ ഏത് പ്രോസസ്സ് നടക്കുന്നത്? ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ മീൻസ് റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്ത് റിമൂവ് ചെയ്തു? കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്തു. അപ്പോൾ അവിടെ നിങ്ങൾ നോക്ക്, കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നത് ആ NaOHലെ NaOയും CONയും പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ ഒരു H ഉണ്ടാവും. ആ H അതേപോലെ ആ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ കിട്ടി, ബാക്കി നമ്മൾക്ക് Na2CO3. കറക്റ്റ് അല്ലേ? ഇപ്പം ഇങ്ങനെ പറയാം, വെൻ സോഡിയം ബെൻസോയേറ്റ് അണ്ടർഗോസ് ഡീകാർബോക്സിലേഷൻ ഇൻ പ്രസൻസ് ഓഫ് സോഡ ലൈം ടു ഗെറ്റ് ബെൻസീൻ. ക്ലിയർ? അതല്ലേ കുറച്ചും കൂടി എളുപ്പത്തിലായില്ലത്. അപ്പം ഇങ്ങനെ സോഡിയം ബെൻസോയേറ്റ് അണ്ടർഗോസ് ഡീകാർബോക്സിലേഷൻ ഇൻ പ്രസൻസ് ഓഫ് സോഡ ലൈം ടു ഗെറ്റ് ഏത് പറയാൻ പറ്റും? നമ്മളുടെ ബെൻസീൻ. അപ്പോൾ വാട്ട് ഈസ് സോഡ ലൈം? സോഡ ലൈം ഈസ് എ മിക്സർ ഓഫ് sodium hydroxide and calcium oxide, NaOH and calcium oxide, caustic soda and quicklime. അപ്പോൾ അവിടുന്ന് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് എന്താ പോയത്? ആ കോമ്പൗണ്ട് രണ്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പോകുന്നത് അവിടെ Na2CO3 റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ബെൻസീൻ. ഇപ്പോൾ രണ്ട് പ്രിപ്പറേഷൻ മെത്തേഡ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഒന്ന് നമ്മളുടെ ഈഥൈൻ ഗ്യാസ് പാസ് ചെയ്യുന്ന ഒരു മെത്തേഡ് റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ. സെക്കൻഡ് മെത്തേഡ് പറഞ്ഞത് ഫ്രം സോഡിയം ബെൻസോയേറ്റ് അല്ലെങ്കിൽ സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ്. ഇനി ടോട്ടൽ നമുക്കിവിടെ ഫോക്കസ് ഏരിയയിൽ 3 പ്രിപ്പറേഷൻ മെത്തേഡാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ 2 ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, തേർഡ് പ്രിപ്പറേഷൻ മെത്തേഡ് പറയുന്നത് ഫ്രം ഫീനോൾ. ഫീനോൾ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിൽ അതിന് മുകളിൽ OH ഗ്രൂപ്പ്. അപ്പം ഫീനോൾ ഈസ് റെഡ്യൂസ്ഡ് ടു ബെൻസീൻ ബൈ പാസിങ് ഇറ്റ്സ് വേപ്പേഴ്സ് ഓവർ ഹീറ്റഡ് സിങ്ക് ഡസ്റ്റ്. ഫിനോളിനെ ബെൻസീനായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? പാസ് ചെയ്യണം. ഏതിന് മുകളിലൂടെ? സിങ്ക് ഡസ്റ്റിന് മുകളിലൂടെ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും? ബെൻസീൻ കിട്ടും. അപ്പം ഞാനിത് ചുരുക്കിയിട്ട് വളരെ ഈസി ആയിട്ട് ആ ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും എറോ മാർക്ക് ഇട്ടിട്ട് നോക്കിയാൽ ഞാൻ ആ പ്രിപ്പറേഷൻ മെത്തേഡ് പറഞ്ഞത് നമുക്ക് കിട്ടേണ്ടത് ബെൻസീനാണ്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ഈഥൈൻ ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ റെഡ് ഹോട്ട് അയൺ ട്യൂബ് 873 Kelvin കിട്ടുന്ന പ്രൊഡക്റ്റ് ബെൻസീൻ, ഫസ്റ്റ് വൺ. പിന്നെ നെക്സ്റ്റ് ഫീനോൾ വിത്ത് സിങ്ക് ഡസ്റ്റ് ടു ഗെറ്റ് ബെൻസീൻ. ശരിയല്ലേ? ക്ലിയർ? നെക്സ്റ്റ് പറഞ്ഞത് സോഡിയം ബെൻസോയേറ്റ് വിത്ത് NaOH ആൻഡ് CaO എന്ന് സോഡ ലൈം കിട്ടുന്ന പ്രൊഡക്റ്റ് ബെൻസീൻ. അപ്പം ഞാൻ പറയുന്നത് ആ ഒരു ചെയിൻ പോലെ വരച്ചിരിക്കുന്ന സെക്ഷൻ പഠിച്ചാൽ ആ 3 പ്രിപ്പറേഷൻ മെത്തേഡ് തലയിലേക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. യെസ്, ഓക്കെ. അപ്പോൾ ഇത് ബെൻസീൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് മനസ്സിലായ? ഒന്ന് ഫസ്റ്റ് ഫ്രം ഈഥൈൻ, സെക്കൻഡ് ഫ്രം ഫീനോൾ, തേർഡ് ഫ്രം സോഡിയം ബെൻസോയേറ്റ്. ഒന്നും കൂടെ നമ്മൾ ഈ വരച്ചിരിക്കുന്ന പ്രകാരം നോക്കിയാൽ ഫസ്റ്റ് ഫ്രം ഈഥൈൻ, സെക്കൻഡ് ഫ്രം സോഡിയം ബെൻസോയേറ്റ്, ദാറ്റ് ഈസ് ആ ബെൻസോ റിങ്ങിൻ്റെ മുകളിൽ നോക്കുക നിങ്ങൾ CONA ഗ്രൂപ്പ് വെച്ചിട്ട്. തേർഡ് വൺ ഫ്രം ഫീനോൾ. നിങ്ങൾ നോക്ക്, ആ ഫീനോളിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്തിന്? ബെൻസോ റിങ്ങിൻ്റെ മുകളിൽ OH വെച്ചു. എന്നിട്ട് അവിടെ സിങ്ക് ഡസ്റ്റിനോട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് വേപ്പേഴ്സ് സിങ്ക് ഡസ്റ്റിനോട് ഇന്ന സമയത്ത് ഫീനോൾ ഈസ് റെഡ്യൂസ്ഡ് ടു ബെൻസീൻ. ക്ലിയർ? ഇതാണ് ശരിക്കും ബെൻസീൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഫോക്കസ് ഏരിയയിൽ ബെൻസീൻ്റെ 2 പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. 2 പ്രോപ്പർട്ടീസ് മാത്രമേ പഠിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ സെക്ഷൻ തീരും. ഓക്കെ, അപ്പോൾ ഇതുവരെ ഓക്കെ ആണോ? ഈ പ്രിപ്പറേഷൻ മെത്തേഡ് പറഞ്ഞത് ബെൻസീൻ്റെ എല്ലാം ഓക്കെ അല്ലേ? ബെൻസീൻ ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടാണ് കണ്ടെയ്നിങ് ബെൻസീൻ റിങ് അല്ലേ? അപ്പോൾ ഇതുവരെ ഓക്കെ. ഇനി ഇതിൻ്റെ 2 പ്രോപ്പർട്ടീസ് പഠിക്കാം. ഓക്കെ, പ്രോപ്പർട്ടീസും കൂടെ പഠിച്ചാൽ ഈ സെക്ഷൻ തീരും. ഓക്കെ, ക്ലിയർ? ഞാനിവിടെ പറഞ്ഞ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി 2 പഠിക്കാമല്ലോ. അത് 2 പ്രോപ്പർട്ടിയും ബിലോങ്സ് ടു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഓക്കെ, ഇലക്ട്രോഫൈൽ എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നുള്ളത് കേട്ടോ. ദീസ് ആർ ദി റിയാക്ഷൻസ് ഇൻ വിച്ച് വീക്കർ ഇലക്ട്രോഫൈൽ ഈസ് റീപ്ലേസ്ഡ് ബൈ സ്ട്രോങ്ങർ ഇലക്ട്രോഫൈൽ. ഒരു വീക്കർ ഇലക്ട്രോഫൈലിനെ സ്ട്രോങ്ങർ ഇലക്ട്രോഫൈലിനെ റീപ്ലേസ് ചെയ്യാം. പിന്നെ അതിൽ ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആർ എന്തെല്ലാം ഉണ്ടറിയാം? ശരിക്കും പേരിൽ എടുത്ത് നോക്കണം. ഒന്ന് ഫുഡൽക്രാസ് റിയാക്ഷൻ,
ഫിഡൽ ക്ലാസ് ആൽക്കൈലേഷൻ ഉണ്ട്, അസൈലേഷൻ ഉണ്ട്, പിന്നെ നൈട്രേഷൻ ഉണ്ട്, സൾഫോണേഷൻ ഉണ്ട്, ഹാലോജനേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പഠിക്കേണ്ട രണ്ടെണ്ണമാണ്. ഒന്ന് നൈട്രേഷൻ, സെക്കൻഡ് വൺ ഞാൻ ആ പേര് അവിടെ എഴുതിയിട്ടില്ല, ഫിഡൽ ക്രാസ് ആൽക്കൈലേഷൻ റിയാക്ഷൻ ആണത്. ഫിഡൽ ക്രാസ് ആൽക്കൈലേഷൻ റിയാക്ഷൻ, ഫിഡൽ ക്രാസ് ആൽക്കൈലേഷൻ റിയാക്ഷൻ അന്ന് ഓർത്ത് നോക്കണം. ഫിഡൽ ക്രാസ് ആൽക്കൈലേഷൻ. അപ്പോൾ നമ്മൾ നോക്ക്, നൈട്രേഷൻ പറയുമ്പോൾ പിന്നെ ഈ റിയാക്ഷൻ നൈട്രേഷൻ എന്ന റിയാക്ഷനിൽ അവിടെ ആഡ് ചെയ്യുന്ന ഗ്രൂപ്പ് NO2 ഗ്രൂപ്പാണ്. ബെൻസീൻ റിങ്ങിലേക്ക് ഏത് ഗ്രൂപ്പ് ആഡ് ചെയ്യും? NO2 ഗ്രൂപ്പ്. ക്ലിയർ, NO2 ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ബെൻസീൻ റിയാക്ട്സ് വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് കൂടെ സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് അവിടെ നൈട്രോ ബെൻസീനാണ്. സോ ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് നൈട്രേഷൻ. അപ്പോൾ അവിടെ നൈട്രേഷൻ എന്ന പ്രോസസ്സിൽ അവിടെ ആഡ് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ NO2 ഗ്രൂപ്പാണ്, നൈട്രോ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് നൈട്രോ ബെൻസീൻ. ഓക്കെ, ക്ലിയർ. ബട്ട് ഇൻ ഫിഡൽ ക്രാസ് ആൽക്കൈലേഷനിൽ ശരിക്കും ശ്രദ്ധിക്കണം, ആൽക്കൈലേഷനിൽ അവിടെ ആഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും CH3Cl റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ CH3Cl റിയാക്ട് ചെയ്യുമ്പോൾ CH3Cl ഏതോ ആൽക്കൈൽ ഹാലൈഡ് ഇത് റിയാക്ട് ചെയ്യുന്നത് എൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ നമ്മളവിടെ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡിൽ ഇപ്പം ഞാൻ പറയുന്നത് CH3Cl, ഇനി അല്ലെങ്കിൽ C2H5Cl, ഏതായാലും അവിടെ ആഡ് ചെയ്യുന്ന ഗ്രൂപ്പ് CH3 എന്ന ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ C2H5 എന്ന ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ബെൻസീൻ CH3Cl ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ടൊളീനാണ്. നേരത്തെ C2H5Cl ആണ് അവിടെ ആഡ് ചെയ്യുന്നത്, കിട്ടുന്ന പ്രൊഡക്റ്റ് ഈഥൈൽ ബെൻസീനാണ്. അപ്പം ബെൻസീൻ റിയാക്ട്സ് വിത്ത് ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ അവിടെ ആൽക്കൈൽ ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ഫിഡൽ ക്രാസ് ആൽക്കൈലേഷൻ എന്ന് പറയും. ഇത് രണ്ടും ബെൻസീൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചു നോക്കുക. എന്തെല്ലാം? ഒന്ന് പഠിക്കുന്നത് ഫസ്റ്റ് നൈട്രേഷൻ, സെക്കൻഡ് വൺ പഠിക്കുന്നത് ഫിഡൽ ക്രാസ് ആൽക്കൈലേഷൻ. എളുപ്പമാണ് ഓർഗാനിക്കൽ ഹൈഡ്രോ കാർബൺസ് പഠിക്കാൻ. ഒന്ന് ഫിഡൽ ക്രാസ് ആൽക്കൈലേഷനും പിന്നെ നൈട്രേഷനും. ഓക്കെ, ക്ലിയർ.